കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദ വേഴ്സ്റ്റ് നാച്ചുറൽ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സെനാരിയോയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ വയനാട്ടിലുള്ള സഹോദരങ്ങളുടെ കണ്ടീഷൻ. ഓൾമോസ്റ്റ് ഒരു 400 എബോ ആളുകൾ ഇതുവരെ വയനാട് സംഭവിച്ച ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 150-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരെവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് വയനാട്ടിലെ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം എന്നല്ല, ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾ. ഇന്ന് ഞാനൊരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഈ നാച്ചുറൽ കലാമിറ്റിയുടെ വഴി പിടിച്ച് തന്നെ, അല്ലെങ്കിൽ ഇത് വീണ്ടും സംഭവിച്ച ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായതിനോട് പുറകെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. മറ്റൊന്നുമല്ല, എന്താണ് ഡീകമ്മീഷനിങ് ഓഫ് ഡാംസ്. ഈ ഡീകമ്മീഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത് പല പർപ്പസുകൾ കാരണമായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഈ വാട്ടർ സ്കേഴ്സിറ്റി തന്നെയാണ്. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു റീജിയനിലൂടെ പോകുന്ന റിവറിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്തിട്ട് അതിന്റെ റൂട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അത് സഞ്ചരിക്കുന്ന വഴി തിരിച്ചുവിട്ട് എവിടെയാണോ വെള്ളത്തിന് ദൗർബല്യമുള്ള ഏരിയകൾ അവിടോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്ന സിറ്റുവേഷൻ ആണ് ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, അതായത് ഹൈഡ്രോ പവർ ഇലക്ട്രിസിറ്റി ഗ്രോസ് ആയിട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഡാമുകൾ കൊണ്ട് സാധിക്കും. ഈ യൂസിന് അപ്പുറത്തേക്ക് എന്താണ് ഈ ഡാമുകൾ കൊണ്ടുള്ള ആ ഒരു നേച്ചറിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പീപ്പിൾ ലിവിങ് ദർ ഇൻ ആൻഡ് അറൗണ്ട്, അല്ലെങ്കിൽ ആ ആളുകൾ, ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ ഡാമുകളൊക്കെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ പോയിന്റ് തന്നെയാണ്. കാരണം 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമുകളുടെ എന്താ പറയുക വാൾസ്, അല്ലെങ്കിൽ ആ റിസർവോയൽസിന്റെ വാൾസിന് സംഭവിക്കുന്ന ബലക്ഷയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഡാമിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന റീജിയനിൽ സംഭവിക്കുന്ന മറ്റു ചില പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഈ ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ സുനാമി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസോ, അല്ലെങ്കിൽ വല്ല വേവ്സും കാര്യങ്ങളോ, എക്സ്ട്രാ വേവ്സോ, ടൈഡൽ വേവ്സ്, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തോ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഡാമിന്റെ റിസർവോയർ വാളിന് ബലക്ഷയം സംഭവിച്ച് ആ ഡാം പൊട്ടാൻ ഒരു സാഹചര്യം ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അത് കാരണം സംഭവിക്കുന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനാണ്, ഒരു പ്രിക്കോഷനസ് ആയിട്ടാണ് ഡാമുകളുടെ ഡീകമ്മീഷൻ 50 വർഷങ്ങൾക്ക് ശേഷം നടത്തണമെന്ന് ഈ ഡാം കൺസ്ട്രക്ഷൻ പ്രോട്ടോകോളിൽ ഉള്ളത്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ മെയിനായിട്ട് നടത്തിയിരിക്കുന്നത് സുർക്കി എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ട്. സുർക്കി മറ്റൊന്നുമല്ല, ലൈം, ചുണ്ണാമ്പും സാൻഡും മണ്ണും കൂട്ടിക്കുഴച്ച് വെച്ചൊരു മിശ്രിതമാണ് ഡാം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സ്ട്രെങ്ത്, അതിന്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്നത്തെ M20 ആൻഡ് M25 കോൺക്രീറ്റുകൾ ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ ഒരുപാട് താഴെയാണെന്നാണ് അതിന്റെ കെമിക്കൽ അനാലിസിസിലൂടെ മനസ്സിലായത്. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനാലിസിസ് നോക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സ്ട്രെങ്ത് വീണ്ടും വീക്കൻ ചെയ്ത്, അതായത് 150 years ഓൾമോസ്റ്റ് ആവാറായി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഡാം അവിടെ നിലനിർത്തുന്നത് ഒരു വളരെ ഭീകരമായ ഒരു പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്ന ആളുകളുടെ പ്രധാന പോയിന്റ്. അപ്പൊ എങ്ങനെയാണ് ഈ ഡാം ഡീകമ്മീഷൻ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മെയിൻ ആയിട്ട് 4 രീതിയിലാണ് ഡാം ഡീകമ്മീഷൻ നടക്കുന്നത്. ഡാം ഡീകമ്മീഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനോളജി കേൾക്കുമ്പോൾ, ആ ഒരു ടേം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. നോർമലി ഈ ബിൽഡിങ്സ് ഒക്കെ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് തകർക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ബോംബിങ്, അല്ലെങ്കിൽ അതിന്റെ ആ കൊളാപ്ഷർ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്കുകളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഡാമിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും 4 രീതിയിലാണ് അതിന്റെ ഡീകമ്മീഷൻ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തേത് സ്ലിറ്റ് ആൻഡ് റിലീസ്, രണ്ടാമത്തേത് റാപ്പിഡ് റിലീസ്, മൂന്നാമത്തത് ഡിഗ് ആൻഡ് ഡീവാട്ടറിങ്, നാലാമത്തത് റിവർ ഫ്രണ്ടിന്റെ ഫ്ലോ ഡയറക്ഷൻ മാറ്റുക. അങ്ങനെയുള്ളത്. അതിൽ ഈ സ്ലിറ്റ് ആൻഡ് റിലീസ് എന്ന് പറയുന്ന ടെക്നിക്ക് സിമ്പിൾ ആയിട്ട് ലേമൻ ടൈംസ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാജുവൽ ആയിട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം ഡാമിന്റെ മുകളിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ക്രസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ, ആ പോർഷനിൽ നമ്മൾ സ്ലിറ്റുകൾ ഇട്ട് കൊടുക്കും. ഹൈലി പവേർഡ് ഹൈ സ്ട്രെങ്ത് ഉള്ള എക്സ്കവേറ്ററുകളും കാര്യങ്ങളൊക്കെ എലോങ്ങേറ്റഡ് ഹാൻഡിലുള്ള എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ധാരാളം സ്ലിറ്റുകൾ നമ്മൾ ഡാമിന്റെ ക്രസ്റ്റിന് മുകളിൽ ഗ്രാജുവലി ഇട്ട് കൊടുക്കും. അതിപ്പോ ഒരു മാസം 4 എണ്ണം ഇന്ന ഡെപ്തിൽ ഇട്ടു. പിന്നെ കുറച്ചുകൂടി ഡ്യൂറേഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സ്ലിറ്റിന്റെ ഹൈറ്റ് വീണ്ടും കൂട്ടും, ആ താഴോട്ടുള്ള ലെങ്ത് വീണ്ടും കൂട്ടും. അതുവഴി മുകളിൽ കെട്ടിക്കിടക്കുന്ന ആ വെള്ളത്തിനെ സ്ലോ ആയിട്ട് താഴോട്ട് അതിന്റെ നാച്ചുറൽ കോഴ്സ് ഓഫ് ഫ്ലോയിലോട്ട് നമ്മൾ പതുക്കെ ഡ്രെയിൻ ചെയ്യുന്ന ടെക്നിക്കാണ് സ്ലിറ്റ് ആൻഡ് റിലീസ്. രണ്ടാമത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ റാപ്പിഡ് റിലീസ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ റിലീസ് ആക്കാനുള്ള ഒരു ചാനൽ ഡാമിന്റെ താഴെ തട്ടിൽ, അതായത് ടെക്നിക്കൽ ടൈമിൽ പറയുകയാണെങ്കിൽ ഡാമിന്റെ ഹീലും ടോയും സംബന്ധിക്കുന്ന ആ ഒരു ഏരിയ വഴി ഒരു വലിയൊരു കനാൽ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ലിറ്റ് ഇട്ട് കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആയിട്ട്, കാരണം അത്രയും ഡെപ്തിൽ കിടക്കുന്ന വെള്ളത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എനർജി മാറ്റി കൈനറ്റിക് എനർജി ആക്കുന്ന സമയത്ത് അത്രയും ഫോഴ്സ് ആയിട്ടാണ് താഴേക്കൂടെ ആ വെള്ളം പുറത്തോട്ട് ഒഴുകുക. ഈ വെള്ളം എന്ന് പറയുമ്പോൾ അത് നോർമൽ പ്യുവർ വാട്ടർ ആയിരിക്കില്ല, അതിന്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത്രയും കാലം കെട്ടിക്കിടക്കുന്ന സമയത്ത് ധാരാളം സെഡിമെന്റ്സ് രൂപപ്പെട്ടിട്ടുണ്ടാവും. ആ സെഡിമെന്റ്സും അതുപോലെ തന്നെ ആ ഒരു ബയോഫ്ലോറ ഉണ്ടാവില്ല, ഇതിന് അസോസിയേറ്റ് ആയിട്ട് വരുന്ന ഡാമിന്റെ അടിത്തട്ടിനോട് അസോസിയേറ്റ് ആയിട്ട് വരുന്ന ബയോഫ്ലോറ എല്ലാം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഇത് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക് അല്ല, കാരണം അത്രയും ഫോഴ്സിൽ ഇത്ര എമൗണ്ട് ഓഫ് വെള്ളം വിത്ത് ഈ സെഡിമെന്റ്സ്, ഈ ക്ലേ, അതുപോലെ തന്നെ ധാരാളം കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ താഴേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ആ ഡാമിന്റെ അപ്പുറത്തുള്ള ജീവജാലങ്ങൾക്കായാലും ഡാമിന്റെ ഫ്ലോ സംഭവിക്കുന്ന റിവർ ഷോറിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കായാലും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു പ്രകൃത്യാവുള്ള നോർമലി ഉള്ള കാര്യങ്ങളെല്ലാം അവയ്ക്ക് ആഘാതം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ആ ഒരു സെഡിമെന്റ്സിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് PCBs എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈസ്. ഈ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവ ഹൈലി കാർസിനോജനിക് ആണ്, ക്യാൻസറിന് കാരണമാകുന്ന അതിമാരക ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ഇത്. ഈ കാര്യങ്ങൾ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇതുവഴി ഒഴുക്കുന്ന സമയത്ത് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ടെക്നിക്ക് അധികം അഡ്വൈസബിൾ അല്ല, എസ്പെഷ്യലി വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഡാമിന്റെ കാര്യത്തിൽ. മൂന്നാമത്തെ ടെക്നിക്ക് പറയുന്നത് സെഡിമെന്റ് റിമൂവൽ ആൻഡ് ഡീവാട്ടറിങ്. അതായത് അവിടെ ഓൾറെഡി അടിഞ്ഞു കൂടിയിരിക്കുന്ന സെഡിമെന്റ്സ് വെള്ളത്തിന്റെ ലെവൽ താഴുന്നതിനനുസരിച്ച് അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്ത് വേറെ ഒരു റീജിയനിൽ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ സെഡിമെന്റ്സ് റിമൂവൽ ആൻഡ് ഡീവാട്ടറിങ്, ആ ടെക്നിക്ക് പറയുന്നത്. ഈ ടെക്നിക്കിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. കാരണം ദ ക്വാണ്ടിറ്റി ഓഫ് ആ മെറ്റീരിയൽ, ആ സെഡിമെന്റ്സ് വളരെ അധികം ഹ്യൂജ് ആയിരിക്കും. അത്രയും എമൗണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഡാമിന്റെ ആ റിവർ ബെഡിന്റെ ആ ലെവലിൽ നിന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് മെക്കാനിക്കൽ പരമായിട്ടും മാനുവൽ പരമായിട്ടും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ പരമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അധികം പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡല്ല. അത് നാലാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ റിസർവോയറിന്റെ ഒഴുക്ക്, ആ വെള്ളത്തിന്റെ ഒഴുക്ക് വേറൊരു ദിശയിലോട്ട് തിരിച്ചുവിടുക. ഇത് പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന് ചുറ്റും ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അതിനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് അടുത്ത് വരുന്ന ഏരിയകൾ, അടുത്ത് ഇൻ ദ സെൻസ് ഒരു 10 കിലോമീറ്റർ പെരിമീറ്റർ അല്ലെങ്കിൽ അത്രയും ഒരു ചുറ്റളവിലുള്ള ഒരു ബയോഫ്ലോറ ഉണ്ടാവില്ല. അവിടുത്തെ ഒരു നാച്ചുറൽ ആയിട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത്രയും കാലം കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതിപ്പോ എന്താ പറയാ, ഈ മരങ്ങളുടെ കാര്യമായാലും ഫോറസ്റ്റ് ആയാലും അതുപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന ഏരിയ ആയാലും ഫാക്ടറികളെ ആയാലും, അപ്പൊ ഇതിനെയൊക്കെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഈ ഡാമിനെ റീറൂട്ട് ചെയ്യുക, ഐ മീൻ ഡാമല്ല, ഈ വെള്ളത്തിനെ റീറൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക് ആയിട്ട് പറയുന്നത് സ്ലിറ്റ് ആൻഡ് റിലീസ് ആണ്. ആ സ്ലിറ്റ് ഇട്ടിട്ട് ഗ്രാജുവലി ഓവർ പീരീഡ് ഓഫ് ടൈം ഓൾമോസ്റ്റ് 6 months to 2 years ഒക്കെ വരെ എടുക്കാറുണ്ട്. ഇപ്പോ അമേരിക്കയിൽ ഓക്കെ, അങ്ങനെ ഡാം ഡീകമ്മീഷന്റെ സമയത്ത് ചില ഏരിയകളിൽ 2 വർഷം വരെ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഗ്രാജുവലി ഡാം ഡ്രെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് റെക്കോർഡ്സ് പറയുന്നത്. അപ്പൊ അതേ ഒരു ടെക്നിക്ക് വേണമെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഡീകമ്മീഷന്റെ സമയത്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഡീകമ്മീഷൻ ഓഫ് മുല്ലപ്പെരിയാർ എന്ന ഈ വിഷയത്തിൽ അത് വളരെ സെൻസിറ്റീവ് ആയ പൊളിറ്റിക്കലി എന്താ പറയുക, വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ എക്കണോമിക്കലിയും പീപ്പിളിനെ അഫക്ട് ചെയ്യുന്ന, ആളുകൾ അഫക്ട് ചെയ്യുന്ന കാര്യം എടുത്താലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതിന്റെ ഈ ഡാം എക്സ്പ്ലോഷൻ ആയാലുള്ള അനന്തരഫലമായാലും അതിപ്പോ റീറ്റെയിൻ ചെയ്താലുള്ള പ്രശ്നങ്ങളും അത് ഡീകമ്മീഷൻ ചെയ്യുന്നതിലോട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഏത് വശങ്ങൾ എടുത്താലും അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്റെ ഒരു ടേക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായിട്ട് അതിലോട്ട് ഒരു പഠനം കൂടി നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. അതും നമ്മൾ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ എക്സ്പേർട്സിനെ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ അവരെ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുത്തിയോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഹയസ്റ്റ് ടെക്നിക്കൽ സ്കില്ലും നോളജും ഉള്ള ആ ഒഫീഷ്യൽസിനെ വെച്ചിട്ട് അടിയന്തരമായിട്ട് ഇതിലൊരു പഠനം നടത്തിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം
ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനിക്കേണ്ടായിരുന്നു. അത് നമ്മൾ ബയാസ്ഡ് അല്ലാതെ യാതൊരു ഫാക്ടേഴ്സും, അതായത് ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ അതിന്റെ ഈ ടെക്നിക്കൽ ഇഷ്യൂ എത്രത്തോളം ഭീകരമാണ് എന്നുള്ള ആ കാര്യം മുൻനിർത്തിക്കൊണ്ട് ആ പഠനം പൂർത്തിയാക്കി അതിൽ വരുന്ന റിസൾട്ടിനനുസരിച്ച് മൂവ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ്. കാരണം ഇത്രയും കാലം ഇതിനു മുമ്പ് നടത്തിയ പഠനങ്ങളിലെല്ലാം ഡാമിന്റെ സ്ട്രക്ചർ ഇപ്പോൾ അത്ര വീക്കൻഡ് അല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലോട്ടാണ് എത്തിയത്. സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, കോൺക്രീറ്റ് പൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്രസ്റ്റൽ ലെവൽ, അതിന്റെ ടോപ്പ് ലെയറിൽ ഒരു പ്ലാറ്റ്ഫോം തിക്കനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം സക്സസ് ആവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സംശയം ഇൻ ദ സെൻസ് അത് ഒരു പഠനത്തിന്റെ ഒരു പ്രോപ്പർ ടെക്നിക്കൽ സയന്റിഫിക്കൽ പഠനത്തിന്റെ പുറത്ത് മാത്രമേ നമുക്ക് അതിലൊരു ഫൈനൽ ഡിസിഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ടെക്നിക്കൽ സമിതി, ഹൈലി ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇതിന് പുറത്ത് നടന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ ഡീകമ്മീഷൻ ഓർ നോൺ ഡീകമ്മീഷൻ ഏത് കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ പോയിട്ടുള്ളത്? അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ ഒരു മൂവി റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.